ഇവിടെ ഇരിപ്പുണ്ടായിരുന്നാ? അല്ലാതെ നീ എന്താ വിചാരിച്ചത്? 2 ദിവസം കൊണ്ട് ആള് പുലിയായല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്രയൊക്കെ? അതൊക്കെ പറയാം. ആദ്യം കാലുവേദന എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ടോ? ഒട്ടും കുറവില്ല. ഒക്കെ നമുക്ക് ശരിയാക്കാം. ഡോണ്ട് വറി. അത് സാരില്ല, അതൊക്കെ വിട്. നീ പോയ കാര്യം പറ. പറയാലോ. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ. അത് പിന്നെ ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നമ്മുടെ പ്ലാക്കാവിലെ ഡയാനാൻസിയുടെ വീട്ടിൽ കുളിച്ച് ഫ്രഷായി നല്ല കിടിലൻ അപ്പവും മുട്ടക്കറിയും കഴിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ മെഡിക്കലിന് പോയി. ഒരു 4 മണിയായപ്പോ എല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രിത്തെ വണ്ടിയിൽ തിരിച്ചു വന്നു. ആൻറ്റി കുറെ നിർബന്ധിച്ചതാ 2 ദിവസം കൂടി നിൽക്കാൻ. ആൻറ്റിക്ക് അറിയില്ലല്ലോ, ഇവിടെ റോസമ്മ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ഓടിക്കളിക്കുന്നതിന്റെ ഇടയിൽ തലയും കുത്തി താഴെ വീടുന്നു. അപ്പോ നീ ഉടനെ പറക്കുമല്ലേ? മെഡിക്കൽ കഴിഞ്ഞ സ്ഥിതിക്ക് 2 ആഴ്ച. ഹലോ. നിന്റെ മെഡിക്കൽ ഓക്കെ ആയോ? എന്റെ റോസാമേ, നമ്മളീ മല കയറി ഇറങ്ങുന്നവരുടെ മെഡിക്കലല്ലേ. സായിബമാരും ഞെട്ടത്തില്ലയോ കണ്ടാല്? അതല്ലേ റോസമ്മയും പുലി പോലെ ഇരിക്കുന്നതിന്റെ രഹസ്യം. ഓ, ഇന്നും കുത്തണോ? മേളിന്നുള്ള ഓർഡറാ. മേലെന്നാര്? കർത്താവ് തമ്പരാനോ? ലിസി ചേച്ചി ഇന്നലെയും കൂടി വിളിച്ചേ ഉള്ളൂ. അമ്മച്ചിയുടെ ആരോഗ്യസ്ഥിതി അറിയാനൊന്നുമല്ല, വാടക പിരിവും റബ്ബറിന്റെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവോന്ന് പേടിച്ചിട്ടാ. റോസമ്മേ, അവർക്ക് തിരക്കായിട്ടല്ലേ. തിക്കി തിരക്കിട്ട് ഇവരെ എങ്ങോട്ടായി പോകുന്നത്? വിട്ടുകള റോസമ്മേ. റോസമ്മയ്ക്ക് ഒരു കുറവില്ല നോക്കാൻ പുണ്യാളനില്ലേ. പിന്നെ അത് പുണ്യാളൻ മനപ്പൂർവ്വം തന്ന പണിയാ. ഈ പശുവിന്റെയും റബ്ബറിന്റെയും പിന്നാലെ ഒരു വിശ്രമവും ഇല്ലാതെ ഓടുന്നതിന്. മോളെ റോസാമേ, നീ 2 ആഴ്ച എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞുകൊണ്ട്. മതി മതി, നോക്കട്ടെ. അപ്പൊ ശരി, എന്നാ ഞാനങ്ങോട്ട്. ഇത് എന്നാ പോക്കാടി? നീ കുറച്ചേരം കൂടി ഇരിക്കി. അവക്കൊരു ധൃതി.